ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നരയെ പറ്റിയാണ്. നര നമ്മുടെ മുടിയൊക്കെ നരക്കുമല്ലോ, മുടി നരക്കുമല്ലോ. അപ്പം മുടി നരയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ്. ചെറുപ്പത്തിലൊക്കെ നല്ല കറുത്ത മുടി, പിന്നെ അങ്ങനെ കഴിഞ്ഞ് 10-40 വയസ്സൊക്കെ കഴിയുമ്പം ഓരോരോ മുടികളായിട്ട് അങ്ങനെ നരച്ച് വരും. അപ്പോൾ ആദ്യത്തെ ഓരോരോ നരകളൊക്കെ നമ്മൾ ചിലപ്പം പിഴുത് കളയും, കാണുമ്പോൾ തന്നെ വിഷമം തോന്നും. ചെറിയ കുട്ടികളായിട്ട് മുറിച്ച് കളയും, പിന്നെ അത് വളർന്നു വരുമ്പം വീണ്ടും നരയായിട്ട് വരും. അങ്ങനെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ നര കാണുമ്പോൾ. പിന്നീട് കുറേ നരകൾ 5ഉം 8ഉം 10ഉം 20ഉം നരകളാകുമ്പം നമ്മൾ ചിലർ അത് അംഗീകരിക്കും. കാരണം ഇത്രയും പ്രായമായില്ലേ, നരക്കേണ്ട പ്രായമായല്ലോ, സാരമല്ല ഇനി നരച്ചോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. ചില ആളുകൾക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പ്രായമായി എന്ന് അംഗീകരിക്കാൻ നമുക്ക് വിഷമം തന്നെയായിരിക്കും. കാരണം നമ്മളങ്ങനെ ജീവിച്ച് വരുമ്പോൾ നമുക്കൊരു നിമിഷത്തിൽ പെട്ടെന്ന് പ്രായമായി എന്നുള്ള അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പം മുടി ഡൈ ചെയ്യുക എന്നുള്ളതാണല്ലോ ഇന്നത്തെ മാർഗം. അപ്പം വെളുത്ത മുടികളൊക്കെ കറുപ്പിച്ച് നല്ല സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് ആണ് ഇന്നത്തെ എല്ലാവരും നടക്കുന്നത്. എത്ര പ്രായമായാലും 10, 70, 80, 90 വരെയൊക്കെ പ്രായമുള്ളവരെല്ലാം മുടി ഫുൾ കറുപ്പിച്ച് നടക്കുന്നുണ്ട്. അതിൽ നിന്ന് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാനിപ്പോഴും പണ്ടത്തെ പോലെ തന്നെ കറുത്ത മുടിയോട് തന്നെയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാനിപ്പോഴും ചെറുപ്പം തന്നെയാണ് എന്നൊരു സന്തോഷം. മേക്കപ്പൊക്കെ ചെയ്ത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കുമ്പം ഞാനിപ്പോഴും കറുത്ത മുടിയുള്ള പഴയതുപോലെ തന്നെ സുന്ദരിയാണ് എന്ന് തോന്നുമ്പോൾ ഒരു സന്തോഷം. അതുകൊണ്ടാണ് മുടി ഡൈ ചെയ്യുന്നത്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഡൈ ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറയാൻ ഒരു മടിയായിരുന്നു ആളുകൾക്കെല്ലാവർക്കും. എനിക്കത്ര നരച്ചിട്ടൊന്നുമില്ല, ഞാൻ ഡൈ ഒന്നും ചെയ്തില്ല, ഒരു ചെറുതായിട്ടൊന്നും ഇങ്ങനെ ലേശം സൈഡിൽ മാത്രം, എനിക്ക് 1-2 മുടിയോ മാത്രമേ നരച്ചുള്ളൂ, കുറേയൊന്നും നരച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറയാനായിരുന്നു. ഫുൾ ഡൈ അടിച്ചതായിരിക്കും, എങ്കിലും അത് പറയാനൊരു മടിയായിരുന്നു. പക്ഷേ കാലം മാറി, ഇന്ന് എല്ലാവരും ഡൈ ചെയ്യുന്നവരാണ്. അത് പറയുന്നതിൽ ആർക്കും ഒരു മടിയില്ല. വീട്ടിൽ നിന്നും ഡൈ ചെയ്യാം. ഡൈക്ക് തന്നെ പല പല സാധനങ്ങളായി. ഇപ്പം ഷാമ്പൂ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഡൈ പോലെ 10 മിനിറ്റ് കൊണ്ട് തേച്ച് കഴുകിക്കളയുന്നത്, ഗ്ലൗസോ സാധനങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തേക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ബ്യൂട്ടി പാർലറിൽ പോയാൽ അവർ തേച്ച് തരും, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ഡൈകൾ ഇന്ന് ലഭ്യമാണ്. ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ ഡൈ ഒരു 10 ദിവസം 10 ദിവസമല്ല 15 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ നര വീണ്ടും പുറത്തേക്ക് വരും. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ പണ്ട് ഉള്ള മുടി പോലെയല്ല, കുറച്ച് ഒട്ടും നര മറ്റുള്ളവരെ കാണിക്കരുത് എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ നര പൊന്തി വരുന്നതിനനുസരിച്ച് നമ്മൾ ഡൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ ചെറുപ്പം സൂക്ഷിക്കണം എന്നുള്ളത്. പിന്നെ കുറച്ചും കൂടി പ്രായമാകുമ്പോൾ നമുക്ക് കഴുത്തിൻ്റെ അടുത്തൊക്കെ കുറച്ച് നരകളൊക്കെ ബാധിക്കും. ശരീരത്തിൽ ചുളിവുകൾ വരും. അപ്പോഴും നമ്മൾ മുടി നല്ല അടിപൊളിയായിട്ട് കറുപ്പിച്ച് വെക്കും. പക്ഷേ മുഖം കാണുമ്പോഴും കഴുത്തിൻ്റെ അടുത്തെ ചുളിവുകൾ കാണുമ്പോഴും ശരീരത്തിലൊക്കെ വരുന്ന ജരകൾ കാണുമ്പോഴും ആളുകൾക്കറിയാം നമുക്ക് പ്രായമുണ്ട്, നമ്മൾ കറുപ്പിച്ച് നടക്കുക എന്നുള്ളത് നാട്ടുകാർക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷേ എന്തിനാണെന്നറിയില്ല, നമുക്ക് അങ്ങനെ ഒരു കറുപ്പിക്കുന്നതിലൊരു സുഖം. അങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ ആളുകൾ മിക്കവരും യൂസ് ചെയ്യുന്ന ഡൈ. ഞാനും മുടി നരച്ചു തുടങ്ങിയപ്പം ഡൈ ചെയ്യണോ ചെയ്യണ്ടേ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞു ഡൈ ചെയ്തോളൂ, അധികം പ്രായമായിട്ടില്ല. എനിക്ക് 40 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നരച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഡൈ ചെയ്യണമെന്നാണ് അന്ന് വീട്ടിൽ നിന്ന് മക്കളും ഭർത്താവും എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പ്രാവശ്യം ഡൈ ചെയ്തു. പിന്നെ നോക്കുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായി. കാരണം ഈ നര വരുന്നതിനനുസരിച്ച് നമ്മളുടെ ഇത് ഡൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് കലക്കലും പെയിൻ്റ് അടിക്കലും ഒക്കെ ആകുമ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. നിർത്തിയാലോ എന്ന് വിചാരിച്ചു. ഇനി അങ്ങനെ നരച്ച മുടിയായി നടക്കാം, കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പിന്നെയും നര വന്നു കഴിയുമ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ പഴയ പോലെ രസമില്ലേ മുഖം കാണാൻ എന്നൊരു ഒരു വിഷമം നമുക്ക് തന്നെ. അപ്പം നമ്മൾ ഫുൾ കറുത്ത മുടിയായിട്ടുള്ള സമയത്ത് നിൽക്കുന്ന മുഖവും നരച്ച മുടി കൊണ്ട് നിൽക്കുന്ന മുഖവും തമ്മിൽ നമുക്കൊരു കാണുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്, ഒരു സുഖം കിട്ടുന്നില്ല. അപ്പം നമ്മളങ്ങനെ ഡൈ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഞാനിപ്പം ഡൈ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ മുടി ഡൈ ചെയ്തേ ഉള്ളൂ. അത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ച് തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നത്. എൻ്റെ മുടി ഇന്ന് രാവിലെ ഞാൻ ഡൈ ചെയ്തു. കുറച്ച് നന്നായിട്ട് വെളുത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെയൊക്കെ നന്നായിട്ട് വെളുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൈ ഒക്കെ ചെയ്തു. ഇനി ഒരു 15 ദിവസത്തേക്ക് പ്രശ്നമില്ല, അത് കഴിയുമ്പോൾ വീണ്ടും ചെയ്യണം. അപ്പോൾ ഇതെപ്പം അവസാനിപ്പിക്കണം എന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ ഇല്ല. നമുക്ക് തോന്നുമ്പോൾ എപ്പോൾ വേണം അവസാനിപ്പിക്കാം. പക്ഷേ നമ്മളൊരിക്കലും മനസ്സിലാക്കില്ല നമുക്ക് ഏത് സമയത്താണ് നിർത്തേണ്ടത്, എപ്പോഴാണ് നമുക്ക് പ്രായമാവുന്നതെന്ന് നമുക്കറിയില്ല. കുറേ കഴിഞ്ഞ് 60 വയസ്സാകുമ്പോൾ നിർത്താം, 65 വയസ്സാകുമ്പോൾ നിർത്താം എന്നൊക്കെ വിചാരിക്കും. മക്കളൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിർത്താം, അല്ലെങ്കിൽ കൊച്ചുമക്കളായതിനു ശേഷം നിർത്താം, റിട്ടയർ ആയതിനു ശേഷം നിർത്താം. അങ്ങനെ ഓരോരുത്തരും പല പല കൺസെപ്റ്റ് ആയിരിക്കും. എന്തായാലും കുറച്ച് വർഷം കൂടി ഇങ്ങനെ ഡൈ അടിച്ച് പോവാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡൈ ഒക്കെ ചെയ്ത് കണ്ണാടി നോക്കുമ്പം കുഴപ്പമില്ല ഇപ്പം എന്നൊരു തോന്നൽ നമുക്ക് തന്നെ വരും. അതുകൊണ്ട് ഞാനിന്ന് ഡൈ ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി മുടി കറുത്തപ്പം പഴയതുപോലെ തന്നെ ഉണ്ടെന്ന് തോന്നി.
അപ്പോൾ അത് നിങ്ങളോടായിട്ടൊന്ന് ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചാണ് ഇന്ന് വന്നത്. അപ്പം ചില ആളുകൾ ഡൈ ചെയ്യുകയില്ല, നരച്ച് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മളങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പം അത് നല്ല സുഖമാണ്. കാരണം വെച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് പെയിൻ്റ് അടിക്കലും പ്രശ്നങ്ങളും നരച്ചു എന്ന് മറ്റുള്ളവർ കാണുമോ കാണില്ലേ എന്നൊക്കെ ഇല്ലേ, ആ വിഷമില്ല. പക്ഷേ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഡൈ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്തായാലും ഞാനൊരു കുറച്ച് ഒരു 1-2 വർഷം കൂടി ഡൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഡൈ ചെയ്യുന്നവരാണോ? എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം?